ഇത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിനകത്ത് two bodies A and B of masses 10 kg and 20 kg are connected by a massless spring. Okay. പിന്നെന്താ, a pulling force of 100 Newton is applied on B if the acceleration of A is 2 meter second raised minus 2, the acceleration of B is. ഇവിടെ എന്താണെന്നറിയോ, സ്ട്രിങ് പോലെയല്ല സ്പ്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്റ്റെൻസിബിൾ എന്നാ ഫിസിക്സിൽ. പക്ഷേ സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ബോഡിയും കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം സെയിം ആവില്ല, അതുകൊണ്ട് ആക്സലറേഷനും സെയിം ആവില്ല. അതായത് ഇവിടെ 2 bodies A and B 10 kg and 20 kg എന്നാ. ഇത് ഒരു 10 kg ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് A. ഓക്കെ, ദിസ് ഈസ് കണക്റ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, വിത്ത് സി ദിസ് ഈസ് B. ഓക്കെ, ഇതിൻ്റെ മാസ് 10 kg ആണ്, ഇതിൻ്റെ മാസ് 20 kg ആണ്. റൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, പുള്ളിംഗ് ഫോഴ്സ് ഓഫ് 100 Newton ഈസ് അപ്ലൈഡ് ഓൺ B. ഇതിനകത്ത് നമ്മൾ ക്യാപിറ്റൽ F ഈസ് ഈക്വൽ ടു 100 Newton കൊടുത്തു. 100 Newton. റൈറ്റ്. ഇവിടെ നമ്മൾ സ്മോൾ എഫ് കൊടുത്തു, സ്മോൾ എഫ്. സ്ട്രിങ് ആണെങ്കിലും സ്പ്രിങ് ആണെങ്കിലും അതിനകത്തെ ഫോഴ്സ്, അതായത് സ്ട്രിങ്ങിലെ ടെൻഷൻ അല്ലെങ്കിൽ സ്പ്രിങ്ങിലെ ഫോഴ്സ് ആക്ട്സ് ഓൺ ഓൾ ദ ബോഡീസ് ടു വിച്ച് ദ സ്പ്രിങ് ഓർ സ്ട്രിങ് ഈസ് അറ്റാച്ച്ഡ് എന്നാ. ഈ സ്പ്രിങ് അല്ലെങ്കിൽ സ്ട്രിങ് എവിടെയൊക്കെ അറ്റാച്ച്ഡ് ആണോ അവിടെയൊക്കെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഈ സ്പ്രിങ് ആണെങ്കിലും നമ്മൾ സ്ട്രിങ് ആണെങ്കിലും ഈ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോങ് ദ സ്പ്രിങ് ആൻഡ് എവേ ഫ്രം ദ ബോഡി എന്നാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇതിനകത്ത് സി ഈ ക്യാപിറ്റൽ F 100 Newton ഇങ്ങോട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് സ്മോൾ എഫ്, അതായത് ഈ സ്പ്രിങ്ങിലെ ഫോഴ്സ് അങ്ങോട്ടുണ്ട്. റൈറ്റ്. അതേപോലെ ഈ ബ്ലോക്ക് എ ഉണ്ടല്ലോ, എയിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതേ ഇങ്ങോട്ടാണ്. എയിൽ വേറെ ഫോഴ്സസ് ഒന്നും ഹൊറിസോണ്ടൽ ആയിട്ടില്ല, ഈ എഫ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എയുടെ ആക്സലറേഷൻ അവർ തന്നിട്ടുണ്ട് 2. അപ്പോൾ ഈ ബ്ലോക്ക് എ ഉണ്ടല്ലോ, എയിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എഫ് ആണ്. എഫ് ഈക്വൾ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എത്രയാ, 10 kg. ആക്സലറേഷൻ അവർ പറഞ്ഞിട്ടുണ്ട് 2. അപ്പോൾ എഫ് ഈക്വൾ ടു 20 എന്ന് കിട്ടി. ഇനി ഈ ബി നോക്കുക. നോക്കൂ, 100 അങ്ങോട്ടുണ്ട്, 20 ഇങ്ങോട്ടും ഉണ്ട്. റിസൾട്ടൻ ഫോഴ്സ് എന്താ, 100 - 20 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൾ ടു 80. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ ഫോഴ്സ് 80 ആണ്, ഡിവൈഡ് ബൈ മാസ് എത്രയാ 20. 80/20 പറഞ്ഞു കഴിഞ്ഞാൽ 4 m/s² കിട്ടും. ദാറ്റ് ഈസ് ദ റിസൾട്ടൻ ആക്സിലറേഷൻ ഓഫ് എന്താ, ആക്സിലറേഷൻ ഓഫ് ബി ആണ് നമ്മളോട് ചോദിക്കുന്നത്. റൈറ്റ്. ഇനി നോക്കൂ, സി ഒരു ക്വസ്റ്റ്യൻ, ദ മിനിമം ആക്സിലറേഷൻ വിത്ത് വിച്ച് എ ഫയർമാൻ ക്യാൻ സ്ലൈഡ് ഡൗൺ എ റോപ്പ് ഓഫ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് 2/3 ഓഫ് ഹിസ് വെയിറ്റ്. ഇപ്പോൾ നമ്മൾ സീലിംഗ് എന്ന ഒരു റോപ്പ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ നമുക്ക് പിടിച്ച് താഴേക്ക് ഇറങ്ങണം, അതിൻ്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ കയറ് പൊട്ടിപ്പോവോ എന്നുള്ളൊരു സംശയം നമുക്ക് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിനെ ടൈറ്റായിട്ട് പിടിക്കുമോ അതോ ലൂസായിട്ട് പിടിക്കുമോ? അതേപോലെ പെട്ടെന്ന് വരാൻ നോക്കുമോ അതോ എന്താ പതുക്കെ ഈ പൊട്ടിപ്പോകുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ശ്രമിക്കുക? പെട്ടെന്ന് വരാൻ നോക്കുക, പെട്ടെന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വരാൻ നോക്കൂ, അതോ നമ്മൾ പതുക്കെ പിടിച്ചിട്ടാണോ വരിക? ടൈറ്റായിട്ട് പിടിക്കുമോ ലൂസായിട്ട് പിടിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ അറിയണ്ടേ. അതിൽ ഇവിടെ നോക്കാം. നമ്മൾ ഒരു ലിഫ്റ്റ് മേലോട്ട് പോകുമ്പോൾ അപ്പാരൻ്റ് എന്താ പറയുക വെയിറ്റ് എന്ന് പറയുക m/g+. ലിഫ്റ്റ് താഴോട്ടാണെങ്കിൽ m/g- സി. അതുപോലെ തന്നെ ഒരു റോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് വെച്ച് ഒരു ബോഡിയെ നമ്മൾ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിലെ ടെൻഷൻ ലിഫ്റ്റിലെ അപ്പാരൻ്റ് വെയിറ്റ് പോലെ തന്നെയാണ്. എന്താ, m/g+. നമ്മളൊരു ബോഡി, സപ്പോസ് എ ബോഡി ഈസ് ബീങ് ലോവേർഡ് ബൈ മീൻസ് ഓഫ് എ സ്ട്രിങ്, ഒരു ചരടിൽ കെട്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇറക്കുക. അപ്പോൾ ആ സ്ട്രിങ്ങിലെ ടെൻഷൻ m/g- ആണ്. ഇവിടെ ഇപ്പോൾ അതുപോലെയാണ്. ആ റോപ്പിൽ സ്ലൈഡ് ചെയ്തിട്ട് ഒരാൾ താഴോട്ട് വരികയാണ്, മേലോട്ട് കയറാവുമ്പോൾ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് m/g+. വെൻ ഹി സ്ലിപ്സ് ഡൗൺ അലോങ് ദ റോപ്പ്, the force exerted by the man on the rope is m/g-a. ഓക്കെ, അപ്പോൾ ആ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇനി അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ്. ഓക്കെ, അത് എത്രയാണെന്നറിയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ മാൻ ഇൻറ്റു g-a എന്നാണ്, g-a. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ എന്താ മാസ് ഇപ്പോൾ ഒരു 60 kg എന്ന് വിചാരിച്ചോളൂ, ഈ സ്ലൈഡ് ചെയ്യുന്ന ആളുടെ മാസ്. അതുപോലെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 m/s² വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ ഇപ്പോൾ ആക്സിലറേഷനും പിന്നെന്താ ആ സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ആ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻഷൻ. അതിൽ ഇപ്പോൾ അയാൾ താഴോട്ട് സ്ലിപ്പ് ചെയ്യുന്ന ആക്സിലറേഷൻ 9 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 9 ആണെങ്കിൽ അപ്പോൾ ഈ ആക്സിലറേഷൻ 9 ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ 10 - 9 എത്രയാണ്? 1 ഇൻറ്റു മാസ് എത്രയാണ്? 60. അപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 Newton ആവും. 60 Newton.
ഓക്കെ 60 ന്യൂട്ടൺ പറയാം റൈറ്റ്. അപ്പോൾ ഇത് ടെൻഷൻ ഇൻ ന്യൂട്ടൺ ആണ് കേട്ടോ, ന്യൂട്ടൺ. ആക്സിലറേഷൻ ആണെങ്കിലോ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 റൈറ്റ്. ഇനി ആക്സിലറേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 8 ആക്കി വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ 10 - 8 എന്ന് പറഞ്ഞാൽ 2 × 60 എത്രയാ? അത് 120 ന്യൂട്ടൺ ആണ്. ഓക്കെ, ആക്സിലറേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 7 ആക്കി വിചാരിക്കുക. 10 - 7 എത്രയാ? 3 × 60 എത്രയാ? ഇത് 180 ന്യൂട്ടൺ ആണ്. എന്താ മനസ്സിലായത്? ആക്സിലറേഷൻ 9, 8, 7 എന്ന് പറഞ്ഞ് കുറയുമ്പോൾ ടെൻഷൻ ഇൻ ദ റോപ്പ് അല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മാൻ ഓൺ ദ റോപ്പ് കൂടി വരും. ഓക്കെ, അപ്പോൾ ഈ റോപ്പിൽ എക്സേർട്ട് ചെയ്യാവുന്ന ഒരു മാക്സിമം ഫോഴ്സ് ഉണ്ട്. നോക്കൂ, ആക്സിലറേഷൻ കുറയുമ്പോൾ ഫോഴ്സ് കൂടും, ഫോഴ്സ് മാക്സിമം ആവുമ്പോൾ ആക്സിലറേഷൻ മിനിമം ആവും. ഓക്കെ, അപ്പൊ ഇവിടെ മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ഓഫ് ഹിസ് വെയിറ്റ് ആണ്, അതായത് 2/3 mg. ദിസ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു ഫോഴ്സ് മാക്സിമം ആകുമ്പോൾ ആക്സിലറേഷൻ മിനിമം ആണ്. എന്താ? എ മിനിമം എന്ന് പറയാം, എ മിനിമം. ഓക്കെ, എ മിനിമം. അതിൽ ഈ മാസ് ഉണ്ട് കളയാം. ഓക്കെ, അപ്പൊ അവിടുന്ന് എ മിനിമം. ഓക്കെ, എ മിനിമം ദിസ് ഈസ് ഈക്വൽ ടു g/3 എന്ന് വരും. ഓക്കെ, അതായത് അപ്പോൾ റോപ്പ് പൊട്ടിപ്പോകും തോന്നുകയാണെങ്കിൽ നമ്മൾ പരമാവധി ആക്സിലറേഷനിൽ വരിക വേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണെന്നറിയോ, ആക്സിലറേഷൻ കുറയുമ്പോൾ ഫോഴ്സ് കൂടും, ആക്സിലറേഷൻ മിനിമം ആകുമ്പോൾ ഫോഴ്സ് മാക്സിമം ആവും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മിനിമം ആക്സിലറേഷൻ വിത്ത് വിച്ച് ഹി ക്യാൻ സ്ലിപ്പ് ഡൗൺ അലോങ് ദ റോപ്പ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു g/3 എന്ന് കിട്ടും റൈറ്റ്.